കണ്ണൻ പറയൂ, സുരേഷ് ഗോപി അവിടെ എത്തിയിട്ടുണ്ട്, എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ കൂടി? അദ്ദേഹം അവിടെ സന്ദർശിക്കുകയാണോ? പറയൂ. പൂജ, അല്പസമയത്തിനുള്ളിൽ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടേക്ക് എത്തും. അദ്ദേഹം ചുഴൽമലയിൽ നിന്നും മുണ്ടക്കയിലേക്കുള്ള യാത്രയിലാണ്. ഏതാണ്ട് 5 മിനിറ്റ്, പരമാവധി 5 മിനിറ്റ് മാത്രമാണ് ഇവിടേക്ക് എത്താനുള്ള ദൂരം. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം എത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പോലീസ് എസ്കോർട്ടോടുകൂടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുണ്ടക്കയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആകാശ ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ കാണാൻ സാധിക്കുന്നു. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെയും അതുപോലെ തന്നെ ഗവർണർ അടക്കമുള്ള ആൾക്കാരുടെയൊക്കെ തന്നെ ആവശ്യം. അത് ഇന്നത്തെ കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം അതിലൊരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. അതിനുവേണ്ടി അതിനുശേഷം ഈ സന്ദർശനത്തിന് ശേഷം കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ എന്താണ് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. നേരത്തെ തന്നെ അദ്ദേഹത്തോട് ഈ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചിരുന്നു. ഇപ്പോൾ മുണ്ടക്കൈ ഒരു ഏതാണ്ട് 2000-ഓളം ജനങ്ങൾ താമസിച്ചിരുന്ന പ്രദേശമാണ് മുണ്ടക്കൈ എന്ന് പറയുന്ന ഗ്രാമം. ഒരു ടൗൺഷിപ്പ് ആയിരുന്നു. അവിടെ പൂർണ്ണമായും അതിനെ നശിപ്പിച്ച് കൊണ്ടുപോയ ഒരു വലിയ ഉരുൾപൊട്ടൽ, ആ ഉരുൾപൊട്ടൽ പ്രദേശത്തേക്കാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ എത്തി ഇവിടുത്തെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ എന്താണെന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു നാട്ടുകാരിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിക്കും. അതിനുശേഷമായിരിക്കും ഒരു റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറുക. അതിനുശേഷമായിരിക്കും ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്രം എത്തുക. കാരണം ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സഹായങ്ങൾ, വലിയ രീതിയിലുള്ള സഹായങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ലഭിക്കാൻ സാധ്യതയേറെയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ള ഒരു ആവശ്യത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നത്. വലിയ ശക്തമായ ഒരു സമ്മർദ്ദം അതിനുവേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇതന്നെയായാലും ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ അദ്ദേഹം വിലയിരുത്തും. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ചൊരു നിരീക്ഷണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതിനുശേഷമായിരിക്കും അദ്ദേഹം തിരിച്ച് എന്താണ് മറ്റുള്ള കാര്യങ്ങൾ, ഭാവി നടപടികൾ എന്തൊക്കെയായിരിക്കും, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുള്ള എന്തൊക്കെ സമീപനങ്ങളായിരിക്കും ഉണ്ടാവുക എന്നത് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തുക. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുണ്ടക്കൈയിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു. ഇനി അദ്ദേഹം പുറത്ത് ഇറങ്ങി പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പോലീസ് നേരത്തെ തന്നെ ഏർപ്പെടുത്തിയിരുന്നു. സൈനിക വാഹനത്തിലാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഒരു ലഫ്റ്റനന്റ് കേണലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ അദ്ദേഹത്തിന്റെ യാത്രയ്ക്കും മറ്റ് ക്രമീകരണങ്ങൾക്കും വേണ്ടിയുള്ള സൈന്യ സംവിധാനത്തെ എത്തിയിരുന്നു. അദ്ദേഹം ഇപ്പോൾ മുണ്ടക്കൈയിലേക്ക് എത്തിയിരിക്കുന്നു. സമയത്തിനുള്ളിൽ തന്നെ സന്ദർശനമായിരിക്കും എന്തുള്ള ഒരു ദുരിതാശ്വാസ പാക്കേജ് ആകും പ്രഖ്യാപിക്കുക എന്ന കാര്യത്തിൽ നമുക്കൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ച നിലവിൽ ഇപ്പോൾ അദ്ദേഹം മുണ്ടക്കൈയിലേക്ക് എത്തി. അദ്ദേഹം ഈ പ്രദേശത്തെ കാര്യങ്ങൾ നോക്കിക്കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഈ പ്രദേശത്തെ പുറത്തേക്ക് ഇറങ്ങി എന്തൊക്കെ നടപടികളാണ് ഇവിടെ ഇനി നടപ്പാക്കേണ്ടതെന്ന് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തും.